ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആയുസ്സോടെ ആരോഗ്യത്തോടെ പുതിയ ഒരു ദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 31 മുതൽ 33 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 31 സങ്കീർത്തനം 24 വാക്യം. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ക്രിസ്തീയ ധ്യാനങ്ങളിൽ 31 സങ്കീർത്തനത്തിന് അതിപ്രധാനമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. കാരണം ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് ഉച്ചരിച്ച വാചകങ്ങളും ഈ സങ്കീർത്തനത്തിലേത് ആയിരുന്നുവല്ലോ. നാം നമ്മുടെ ജീവിതത്തെയും മരണത്തെയും അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ശരിയായ രീതിയിൽ നാം നയിച്ചെങ്കിൽ മാത്രമേ നമുക്കും മഹത്വകരമായ മരണം വരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ സങ്കീർത്തനത്തിലൂടെ ജീവിതത്തിലായാലും മരണത്തിലായാലും ദൈവത്തിൽ ആശ്രയിക്കുക എന്ന ശക്തമായ ദൂതാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്ന ആത്മവിശ്വാസം. ഈ സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ എന്നാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ദാവീദ് ആവർത്തിച്ചു പറയുമ്പോൾ താൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയെ തനിക്ക് പൂർണ്ണമായി അറിയുകയും ആ വ്യക്തിയിൽ താൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ദാവീദ് അനുഭവിച്ച് അറിഞ്ഞ സത്യങ്ങളാണ്. ദൈവം തന്നോട് വിശ്വസ്തതയുള്ളവനാണ്. ഒരു ഇടയ ബാലനായിരുന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചുവെങ്കിൽ തീർച്ചയായും ദാവീദിന് ദൈവം പാറയും കോട്ടയും വിശ്വസ്തനും ഒക്കെയാണ്. ഇനിയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന ഉറപ്പും ദാവീദിന് ഉണ്ട്. ഇവിടെ നമ്മൾ 22 വാക്യത്തിൽ കാണുന്നത്, ഞാൻ ഭയന്ന് നിലവിളിക്കുമ്പോഴും അവൻ എൻ്റെ യാചനയുടെ ശബ്ദം കേൾക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഒന്ന് ചിന്തിക്കാം. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം നിലവിളിച്ചപ്പോൾ എവിടെയെല്ലാം അവൻ നമുക്ക് തുണയായും പാറയായും ശക്തമായ കോട്ടയായും നിലനിന്നു. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, എൻ്റെ നിയന്ത്രണം ദൈവത്തിലാണ് എന്ന പ്രഖ്യാപനം. ഈ സങ്കീർത്തനത്തിൻ്റെ 15 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്നും. ഇത് ദാവീദിൻ്റെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ദൈവം നൽകിയ ജീവനും ജീവിതവും ദൈവകരങ്ങളിൽ തന്നെ ഇവിടെ ദാവീദ് സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവിടുന്ന് എന്ത് തീരുമാനിക്കുന്നുവോ ഇതാ ഞാൻ അതിന് പൂർണ്ണമായി വിധേയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലവും കെട്ട കാലവും, അതായത് ഞാൻ കഷ്ടതയിലാകുന്ന കാലവും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ദൈവത്തിൻ്റെ സമയം എപ്പോഴും കൃത്യമാണ് എന്ന് ദാവീദ് തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളുടെയും പരാജയത്തിൻ്റെയും മരണത്തിൻ്റെയും അനുഭവങ്ങളിൽ പോലും ദൈവം നമ്മുടെ കാലടികളെ, അതായത് എൻ്റെ കാലഗതികളെ നിശ്ചയിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ തന്നെ പൂർണ്ണമായി ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇവിടെ ദാവീദ് പറയുന്നത് പോലെ, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദാവീദിൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതുപോലെ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഞങ്ങൾ നിലവിളിച്ചപ്പോഴെല്ലാം അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും അവിടുത്തെ കരങ്ങളിലാണ് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ജീവിത അനുഭവങ്ങളിലും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് പ്രത്യാശയുള്ളവരായി ധൈര്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.